എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. കാർത്തിക നക്ഷത്രക്കാരുടെ ജൂലൈ 2026. Page of Pentacles, 5 of Wands, Temperance energy, Death card, 6 of Cups and 9 of Swords. ആദ്യം തന്നെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 6 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ജീവിതത്തിൽ പുതിയ ചില തീരുമാനങ്ങൾ എടുക്കുന്ന, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പൊതുവെ അടുത്തിടെയായിട്ട് നിങ്ങൾ ചിലവ് കൂടുന്നുണ്ടാവും, വരവിനേക്കാൾ ചിലവുണ്ടാവും, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ചിലവാക്കുന്നുണ്ട് പൈസ, ലക്ഷറി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കുകയോ അതുപോലെ അനാവശ്യമായിട്ട് പൈസ ചിലവാക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സമയം തന്നെയാണ്. അതേപോലെ തന്നെ മാനസികമായിട്ട് നിങ്ങൾ പണത്തിന് പിറകെ എന്നുള്ള രീതിയിലല്ല, കാരണം പണം സമ്പാദനത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും നിങ്ങൾക്ക് മാനസികമായിട്ട് തൃപ്തി തരുന്ന കാര്യങ്ങൾ, സംതൃപ്തി തരുന്ന കാര്യങ്ങളിലും താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ ടൈം ആയതുകൊണ്ട് പുതിയ പല അവസരങ്ങളും നിങ്ങളെ തേടി വരുന്നു. നിങ്ങൾ പ്രത്യേകിച്ച് ശ്രമങ്ങളൊന്നും നടത്തുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഇതിനു മുമ്പ് നടത്തിയ ശ്രമങ്ങളുടെ പരിണിത ഫലമാണ് ഈ ഒരു മാസത്തിൽ വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പും നിങ്ങളൊന്നും ചെയ്യാതിരുന്നിട്ടുണ്ട് എങ്കിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഇതിനു മുമ്പുള്ള മാസങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും ജോലി സംബന്ധമായിട്ടോ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ മുന്നേറ്റം ഉണ്ടാകുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം ലഭിക്കുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ മാസം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൻ്റെ തുടങ്ങി വയ്ക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് വരുന്ന സമയത്തിൽ ഗുഡ് ന്യൂസ് ലഭിക്കാനുള്ള ചാൻസസ് ഉണ്ട് സാമ്പത്തിക കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്, അതുകൊണ്ട് തന്നെ കരിയറോ ബിസിനസ്സോ ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിലാണ് പുതിയ ഒരു കരിയർ പാത്ത് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരു 6 ഓഫ് കപ്സ് ആൻഡ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ ജോലി സംബന്ധമായിട്ട് നിങ്ങളുടെ ജോലിയിൽ ചിലപ്പോൾ ഇപ്പോൾ ഉള്ള ജോലിയിൽ വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കാം. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ അത് വലിയ സപ്പോർട്ടീവ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ബാക്ക് സ്റ്റാബിങ് പുറകിൽ നിന്ന് കുത്തുന്ന ആളുകളായിരിക്കും. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു എനർജി നിങ്ങളിലുണ്ടെങ്കിൽ അത് നിങ്ങളെ പുറകോട്ടേക്ക് നയിക്കുന്ന ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ നിങ്ങൾ പുതിയ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടാകും, പുതിയൊരു ന്യൂ കണക്ഷൻ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകും. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കരിയർ ഫ്രണ്ടിലുള്ളത്. പിന്നെ ഈ ഒരു സമയം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വിദ്യാഭ്യാസ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിലൊരു ടേണിംഗ് പോയിന്റിൽ നിൽക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യത്തിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ നെക്സ്റ്റ് എന്ത് കോഴ്സ് എടുത്ത് പഠിക്കണം, അതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള എയറോനോട്ടിക്കൽ എൻജിനീയറിങ്, അതായത് കുറച്ച് റെയറായിട്ട് വളരെ കോമൺ ആയിട്ട് ആളുകൾ എടുക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾക്കൊരു ആസ്ട്രോനോട്ട് ആവാനോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് AI റോബോട്ടിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ട്രെൻഡിങ്ങിൽ നടക്കുന്ന കാര്യങ്ങളിലേക്കും പോകാൻ ചാൻസസ് കൂടുതലായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ മറ്റുള്ള ആളുകൾ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു അത് നോക്കിയിട്ടല്ല, മറിച്ച് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ലൈഫിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അല്ലാതെ മറ്റുള്ളവർ ചിന്തിക്കുന്നതിനനുസരിച്ചിട്ട് സ്കോപ്പിൻ്റെ പുറകെ പോകുന്നതല്ല, മറിച്ച് നിങ്ങൾ എന്ത് കോഴ്സാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതനുസരിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില വ്യത്യസ്തമായിട്ടുള്ള കോഴ്സസ് നിങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ അഡ്വാൻസ്ഡ് ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മെഷീൻ ലേണിംഗ് അതുപോലുള്ള കാര്യങ്ങളും വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ ആക്ച്വറിയൽ സയൻസസ് അതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കോഴ്സസിലേക്ക് നിങ്ങൾ പോകാൻ ചാൻസ് ഉണ്ട്.
കമ്പ്യൂട്ടിങ്, ക്വാണ്ടം കമ്പ്യൂട്ടിങ് അതുപോലത്തെ ഉള്ള രീതികളിൽ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഇന്നൊരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യണം, അതിന് എന്തൊക്കെ സാധ്യതകളാണ് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കോഴ്സസ്. പിന്നെ കുടുംബ അന്തരീക്ഷത്തിൽ പറയുകയാണെങ്കിൽ കുട്ടികളും മാതാപിതാക്കളും തമ്മിൽ നല്ലൊരു സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷം ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. അതേപോലെ തന്നെ 5 ഓഫ് വോൺസിൻ്റെ ഡെത്ത് കാർഡാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഫാമിലി അറ്റ്മോസ്ഫിയറിൽ നല്ലൊരു ബന്ധം അച്ഛനമ്മമാരും മക്കളും തമ്മിലുണ്ട് ഉള്ളതുകൊണ്ട്, കാരണം ബാഹ്യമായിട്ടുള്ള നിങ്ങളുടെ റിലേറ്റീവ്സ് ആളുകൾ മറ്റുള്ളവരോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ചിലപ്പോൾ പാരൻസിൻ്റെ സുഹൃത്തുക്കളായിരിക്കും അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിരിക്കും, ഇവരൊക്കെ അവരുടേതായിട്ടുള്ള അനാവശ്യ അഭിപ്രായങ്ങൾ പറയുന്നതായിട്ട് ഉള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാരൻസ് കുറച്ചുകൂടി ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറെ ആളുകൾ വന്നിട്ട് അനാവശ്യമായിട്ട് ഉപദേശിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ ശാസിക്കാനോ ചില ഫാമിലിയിലുള്ളൊരു സിറ്റുവേഷനാണ്. ചില സുഹൃത്തായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ റിലേറ്റീവ് ആയിരിക്കാം, അവർ പാരൻസിൻ്റെ പോലെ അല്ലെങ്കിൽ ആവശ്യത്തിൽ കവിഞ്ഞുള്ള ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പാരൻസായിട്ട് അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ബോർഡർ സൃഷ്ടിക്കുന്ന ഒരു സിറ്റുവേഷനുണ്ട്, ആവശ്യത്തിൽ കവിഞ്ഞ് മറ്റുള്ളവരുടെ ഇടപെടലും. അതുകൊണ്ട് നിങ്ങൾ ഇമോഷണലി മാനസികമായിട്ട് ഒത്തിരി സന്തോഷമാണ് പാരൻസും കുട്ടികളും തമ്മിലുള്ള കണക്ഷനും ആ ഒരു രീതിയിൽ. ജനറലി നിങ്ങളുടെ ലൈഫിൽ പൊതുവേ മറ്റുള്ളവർ ആവശ്യത്തിൽ കവിഞ്ഞുള്ള ഇടപെടലുകൾ നിങ്ങൾ ഒതുക്കി തീർക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക്, അതായത് അത് നോ പറയാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ നോ പറയണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ ഡെത്ത് കാർഡ്. അപ്പോൾ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ലൈഫിൽ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. പരീക്ഷണങ്ങളെന്ന് പറയുമ്പോൾ എന്ത് കാര്യമാണോ നിങ്ങൾ ഇതുവരെ ചെയ്യാനായിട്ട് മടിച്ചു നിന്നത് അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ യാത്രകൾ അതിലൊന്നാണ്. കാരണം നിങ്ങൾ ഒത്തിരി പേര് യാത്രയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വലിയ യാത്രകളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ യാത്ര ചെയ്യണം എന്ന് വലിയ മോഹമുണ്ട്, പക്ഷേ അങ്ങനെ ഒരു യാത്ര നിങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് നിങ്ങളൊരു ഫസ്റ്റ് ടൈം ലൈഫിൽ ചിലപ്പോൾ വിദേശ യാത്ര ചെയ്യായിരിക്കും. നിങ്ങൾക്കതിന് വലിയ ഒരു ഒറ്റയ്ക്ക് പോകാനോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളായിട്ട് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു ഏജൻസി വഴി ഇപ്പോൾ അവർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാകും. പക്ഷേ എന്തായാലും നിങ്ങളൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുകയാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ട്രാവലിൽ മാത്രമല്ല, ചില വേറെ പല കാര്യങ്ങൾ, ഓരോരുത്തരുടെ കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുമല്ലോ. അതേപോലെ 5 ഓഫ് വോൺസ് 9 ഓഫ് സോർട്സ് എനർജിയാണ്. അപ്പോൾ വീട്ടമ്മമാരെ സംബന്ധിച്ച്, പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, അമിതമായിട്ടുള്ള ചിന്താഭാരം നിങ്ങളെ അലട്ടുന്നുണ്ട്. പ്രായമായിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് ഉറക്കക്കുറവ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഉറക്കക്കുറവ് എന്ന് പറയുന്നത് ഇപ്പോൾ രാത്രി കിടക്കുമ്പോൾ ഉറക്കം വരില്ല, പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾക്ക് ചെയ്യാനില്ലാത്തത് കൊണ്ടാണ്. കാരണം കിടന്ന ഉറക്കം വരാത്തതിന് ഒരു കാര്യം ചിന്തകളാവാം, വെറുതെ. പിന്നെ രാവിലെ ആക്റ്റീവ് അല്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ എനർജറ്റിക് ആയിട്ട് ഒന്നും ചെയ്യുന്നില്ലാത്തത് കൊണ്ട് ഉറക്കത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതാവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക. അതേപോലെ അനാവശ്യമായിട്ട് നിങ്ങളുടെ ലൈഫിൽ മറ്റുള്ളവരുടെ ഇടപെടലുകൾ ഒഴിവാക്കുക. അത് വീട്ടമ്മമാരെ സംബന്ധിച്ച്, പ്രായമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ഉപദേശങ്ങളോ ഇടപെടലുകളോ ഒഴിവാക്കുന്നത് വളരെയധികം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്. പല അനാവശ്യ ചിന്തകൾ മനസ്സിലേക്ക് വരുന്നത് ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളിലും അനാവശ്യമായിട്ട് മറ്റുള്ളവർ കൂടുതൽ നിങ്ങൾ ഉപദേശിക്കുന്നതിലൂടെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ടെമ്പറൻസ് എനർജി ആൻഡ് 6 ഓഫ് കപ്സ് എനർജി സിറ്റുവേഷൻസാണ്. ജോലി സംബന്ധമായിട്ട് പൊതുവെ നല്ലൊരു അന്തരീക്ഷം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർ അനാവശ്യമായിട്ട് ഇടപെടൽ മാറ്റി നിർത്തുന്നു, ജോലിയിലും നിങ്ങൾക്ക് സഹായകരമാകും. പിന്നെ ബാലൻസ് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് ജോലി. കാരണം ജോലി ചെയ്യുന്ന ഒരാളാണ്, കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, നല്ലൊരു ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ നല്ല രീതിയിൽ കുടുംബവും ഫാമിലി ലൈഫും ഒരുപോലെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിൽ പ്രാധാന്യം അർഹിക്കുന്നു. അതായത് മറ്റുള്ളവരുടെ ലൈഫിൽ എത്ര പ്രാധാന്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ സമയത്തിന് വാല്യൂ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ജോലി സമയത്ത് ജോലിയിൽ ശ്രദ്ധിക്കുക, ജോലി കഴിഞ്ഞാൽ വീട്ടിൽ നിങ്ങൾക്കൊരു ഫാമിലി, ഫ്രണ്ട്സ്, ഇതുപോലെ സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ബൗണ്ടറി സൃഷ്ടിക്കുകയാണ്.
ഫാമിലി ടൈമിൽ ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. വർക്ക് അവേഴ്സിൽ വർക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കുക എന്നുള്ളത് കൂടിയിട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഫാമിലി ഹാപ്പി, വർക്ക് റിലേറ്റഡ് ആയിട്ടും സിറ്റുവേഷൻസ് ഹാപ്പി ആയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.